നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലാലിഗയുടെ റീസ്റ്റാർട്ടിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ മാച്ച് നടക്കാൻ പോകുന്നത് ജൂൺ 12 ഏർലി മോർണിംഗ് 1:15 മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ റീസ്റ്റാർട്ടിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ടാവും. പ്രഡിക്ഷൻസ് എല്ലാം 100% ആക്യുറേറ്റ് ആവണം എന്നുള്ളതില്ല. കാരണം പ്ലെയേഴ്സ് എല്ലാം ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, റീസ്റ്റാർട്ടിന് ശേഷം തുടങ്ങുമ്പോൾ ഏതൊക്കെ പ്ലെയേഴ്സാണ് ഫോമിൽ, ഏതൊക്കെ പ്ലെയേഴ്സ് ഫോം ഔട്ടായി, മുന്നേ ഫോമിൽ ഉണ്ടായിരുന്ന പ്ലെയേഴ്സ് ചിലപ്പോൾ ഫോം ഔട്ട് ആവാൻ, അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മാച്ച് എന്തായാലും ഒരു അല്പം റിസ്ക് ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ നമുക്ക് മുന്നത്തെ സ്റ്റാറ്റ് വെച്ച് അല്ലാണ്ട് വേറെ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോബബിൾ ലൈനപ്പും ഓൾമോസ്റ്റ് പറ്റുന്ന രീതിയിലുള്ള SL പിക്സും പിന്നെ ഒരു ബേസ് ടീമും എല്ലാ രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യും. പിന്നെ GL ടിപ്സും എല്ലാ പ്രാവശ്യത്തെയും പോലെ 100% വർക്ക് ആവണം എന്നില്ല. ഞാൻ പറഞ്ഞു റീസ്റ്റാർട്ടിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ്, അപ്പോൾ എന്ത് സംഭവിക്കാം. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൽ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ പ്രഡിക്ഷൻസ് കാണാൻ വരുന്നതാണ് ഒത്തിരി പേരുള്ളത്. അപ്പോൾ എനിക്കറിയാം ആരൊക്കെയാണ് സ്ഥിരമായിട്ട് കാണാൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഗീവ് അവേയുടെ കാര്യം അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ ഗീവ് അവേക്ക് വേണ്ടി മാത്രം ചാനലിൽ കമൻറ്റ് ചെയ്ത ഒരാളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് കമൻറ്റ് എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞു. എന്നിട്ട് ചാനലിൽ കുറേയൊക്കെ തെറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് പോയി. ഞാൻ പുള്ളിയെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഒരൊറ്റ കാര്യമേ എനിക്ക് ആ പുള്ളിയോട് പറയാനുള്ളൂ. വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് എന്നെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ ജസ്റ്റ് ഗീവ് അവേ എന്ന് അറിയുമ്പോൾ മാത്രം ഓടി വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അത് എന്ത് സപ്പോർട്ടാണ്? അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാനൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യവർ എന്തോ ആയിക്കോട്ടെ, അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എത്രത്തോളമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ എത്രത്തോളം മാച്ച് ഇടുന്നു എന്നുള്ളതും എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ടീം ഇടുന്ന ഒരുപാട് പേർക്ക് അറിയാം. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാ ദിവസവും കാണുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. അത് അപ്പോൾ എനിക്ക് ആരൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. ആരൊക്കെയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിൽക്കണം എന്നില്ല. എനിക്ക് ജെന്യുവനായിട്ട് ഉള്ള ട്രൂ ഫാൻസ് എന്നുള്ള രീതിയിലുള്ളത് മതി. അങ്ങനെയുള്ളവർക്ക് ഞാൻ അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ കാണും. ട്രൂ ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ കാണും. ട്രൂ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് മാത്രമേ ഞാൻ തരത്തുള്ളൂ. ശരി, എന്തായാലും ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. പ്രഡിക്ഷൻസിലേക്ക് പോവാം. ഇപ്പോൾ സെവില്ലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു അവരുടെ ബ്രേക്കിന് ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ഗുഡൽസ് എന്ന് പറഞ്ഞ പ്ലെയർ മിസ് ഔട്ടാണ്, സസ്പെൻഷൻ കാരണം. അവരുടെ ബെസ്റ്റ് പ്ലെയറായി ഒക്കാമ്പസ് മിസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം ഇഞ്ചുറി ആണ്. ഇപ്പോൾ ഫെർണാണ്ടോ ഫുൾ ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നൊലീറ്റോയും മുനീറും എൽ നസ്രിയുടെ വേക്കൻസിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. എൽ നസ്രിയും അതുപോലെ തന്നെ കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. അപ്പോൾ നൊലീറ്റോയും മുനീറും എൽ നസ്രിയും ആയിട്ടാണ് ഒരു മിക്സപ്പ് വരുന്നത് ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഒൽ ക്യാമ്പസിൻ്റെ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഓൾട്ടറേഷൻസ് അവരുടെ കോച്ചായ ജൂലിയൻ ലൊപ്പറ്റാഗി എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വരും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. സ്ട്രോങ്ങസ്റ്റ് സൈഡിനെ തന്നെ അവർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. സെവില്ല നല്ലൊരു ഫോമിൽ തന്നെയാണ് റീസ്റ്റാർട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇതിന് മുന്നേ നല്ലൊരു ഫോമിൽ നിന്നൊരു ടീമാണ്. ഇനി പ്രെഡിക്റ്റഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗോളി വാക്ലിക്, പിന്നെ ജീസസ് നവാസ്, കൊവിൻഡെ, ഡീഗോ കാർലോസ്, റെഗുലിയൻ, ജോൻ ജോർഡൻ, ഫെർണാണ്ടോ, എവർ ബെനേഗ, സൂസോ, ഡിജോങ് ആൻഡ് എൽ നസ്രി. അപ്പോൾ ഇത് തന്നെ ആയിരിക്കാം മോസ്റ്റ് പ്രോബ്ലി പ്രെഡിക്റ്റഡ് ലൈനപ്പ്. കാരണം ഒരുപാട് നാളത്തെ ശേഷമുള്ള റീസ്റ്റാർട്ടാണ്, എങ്ങനെ വരുമെന്നുള്ള പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്നലത്തെ DF പൊക്കലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ലോക്കൽ കപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കാം. അതുപോലെ ഇന്നത്തെ ബയൺ മ്യൂണിക്ക് ആണെങ്കിലും ഒത്തിരി പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രെഡിക്റ്റഡ് ലൈനപ്പ് എപ്പോഴും വർക്ക് ആവണം എന്നുള്ളതല്ല. ഇത് ഓൾറെഡി ഇൻഫോർമേഷൻസിൻ്റെ ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി അൺഅവൈലബിൾ എന്നുള്ളത് ഗുഡൽജ് ആണ്, സസ്പെൻഡഡ് ആണ്. ക്യാമ്പസ് ഇഞ്ചേർഡ് എന്നുള്ള ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ റിയൽ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഔട്ട്സ്റ്റാൻഡിങ് 2-1 ഹോം വിൻ ആണ് റിയൽ മെഡ്രിഡിനെ. ഹോമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് റിയൽ ബെറ്റിസ്. പക്ഷേ ഇത് റിയൽ ബെറ്റിസിൻ്റെ എവേ മാച്ചാണ്, സെവില്ലയുടെ ഹോം മാച്ചാണ്. അപ്പോൾ ഓൾറെഡി അവർ 6 ഗെയിം വിൻലെസ് റണ്ണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ റെസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു.
ഇപ്പോൾ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഓൾമോസ്റ്റ് എ ഫുൾ ഫിറ്റ് സ്ക്വാഡാണ് അവർക്ക്. പിന്നെ അവരുടെ ബാക്കപ്പ് സ്ട്രൈക്കറായ ജുവൻമി റോൾഡ് ഔട്ട് ആണ്, ലോങ് ടേമിൽ റോൾഡ് ഔട്ട് ആണ്. പിന്നെ അവരുടെ മെയിൻ സ്ട്രൈക്കറായ അവരുടെ ജാക്വിനും വില്യമും 100% അല്ല, പക്ഷെ എന്നിരുന്നാലും കളിക്കാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രോബബിൾ എന്തായാലും പുള്ളി നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ടീമിന് വേണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ റയൽ മാഡ്രിഡിനെതിരെ 2-1 ജയിച്ചത് കൊണ്ട് ആ ഒരു മാച്ചിൽ നിന്ന്, അതായത് ആ ഒരു ലൈനപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ അവരുടെ കോച്ച് എന്തെങ്കിലും റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് ടീമിൻ്റെ കാര്യം നോക്കുമ്പോഴും പ്രീ മാച്ചിൽ, അതായത് റീസ്റ്റാർട്ടിന് മുന്നേ അവരുടെ സ്ട്രോങ്ങസ്റ്റ് ടീം പേപ്പറിൽ ഏതാണോ അത് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, പ്രൊവൈഡഡ് അവരുടെ ഇഞ്ചുറി കൺസേൺസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട്. ഇനി പ്രെഡിക്റ്റഡ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയൽ റോബിൾസ്, എമർസൺ, ബട്ര, സിഡ്നെ, അലക്സ് മൊറീനോ, ജാക്വിൻ, എഡ്വർഡ് ഗോൺസാലസ്, ഗുഡാഡോ, കനാലസ്, ഫെക്കീർ, ലോറൻ മൊറൻ. ഇനി റിസ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം റിസ്ക് ഇൻവോൾവ് ആണ് ഈ മാച്ച്. റയൽ ബെറ്റിസ് പ്രോബബ്ലി ഹോമിൽ ബെസ്റ്റ് ആണെങ്കിലും എവയിൽ അത്രയും ബെസ്റ്റ് അല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ടീമാണ് സെവില്ലയ്ക്ക്. സെവില്ല നല്ലൊരു ടീമാണ്. രണ്ടും ബേസിക്കലി ഓൾമോസ്റ്റ് ഒരു സെയിം ക്രൈറ്റീരിയ ഉള്ള ഒരു ടീമാണ്. നമുക്ക് നോക്കാം, നല്ല ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട് രണ്ട് സൈഡിലും. പക്ഷെ അവരുടെ ഒക്കാമ്പസ് എന്ന് പറഞ്ഞ പ്ലെയർ സെവില്ലയ്ക്ക് മിസ് ചെയ്യുന്നത് വലിയൊരു തിരിച്ചടിയാണ്. ഇനി അൺഅവൈലബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജുവാൻമയാണ് ബാക്കപ്പ് സ്ട്രൈക്കർ. ഇനി ഡൗട്ട്ഫുൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയ്ക്കിനും വില്യമും സ്റ്റിൽ ട്രെയിനിങ്ങിലാണ്, 100% എത്തിയിട്ടില്ല. അപ്പോൾ ചെറിയൊരു ചാൻസ് ഉണ്ട് അവർ റീപ്ലേസ് ആവാൻ വേണ്ടി. പക്ഷേ പ്രോബബിൾ ലൈനപ്പിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ജോയ്ക്കിൻ അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ഇനി പ്രഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ക്ലോസ് ഡോർസിൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ ഇൻറ്റൻസിറ്റി ഷുവർ വളരെ ഹൈ ആയിരിക്കും. റീസ്റ്റാർട്ട് മാച്ചാണ്. പിന്നെ ബെറ്റീസിന് അവരെ ഓപ്പർച്യൂണിറ്റി, അവരുടെ റൈവൽസിനെതിരെ തോൽപ്പിച്ച് അവരുടെ റയൽ മാഡ്രിഡിനെതിരെ ജയിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നത്. ഓൾറെഡി 3 months ആയി അവർ കളിച്ചിട്ട് എന്നിരുന്നാലും. അപ്പോൾ ഓൾമോസ്റ്റ് ബെറ്റിസ് ജയിക്കും എന്നുള്ള രീതിയിലും ഓഡ്സ് ഫേവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു 2-1 എന്നുള്ള രീതിയിലാണ് നമുക്ക് SL പോകാൻ പറ്റുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഹോം അഡ്വാൻറ്റേജ് എന്നുള്ളൊരു കാര്യം ഫുട്ബോളിൽ എടുത്തിട്ടേ പറ്റൂ. അതുകൊണ്ട് നമുക്കൊരു 2-1 എന്നുള്ള രീതിയിൽ പോകാം. ക്ലീൻ ഷീറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഫ്രാങ്കായിട്ട് പറയാം. ഒരു ക്ലീൻ ഷീറ്റ് എന്നുള്ള ടീം നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ SLPക്കിലേക്ക് പോവാം. ഇനി SLPക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവരും എടുക്കാൻ പോകുന്നത് LD ജോങ്, പിന്നെ എൽ മോറോൺ, ജാക്വിൻ, കനാലസ്, ഫെക്കീറാണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ. പിന്നെ എൽ ഗോക്കാമ്പസ് ഇൻജോർഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. SLPക്കിൽ എല്ലാവരും ചൂസ് ചെയ്യാൻ പോകുന്ന പ്ലെയർ അതാണ്. പിന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്തു, ബെനേഗ, പിന്നെ ജീസസ് നവാസ്. ഇത്രയാണ് SL എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. ഇനി GL പിക്സ് പറയുന്നതിന് മുമ്പേ നമുക്ക് ടീമിൻ്റെ കുറച്ച്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ബെറ്റിംഗ് ഓഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് സെവില്ല ജയിക്കുന്നുള്ളതാണ്. പക്ഷേ ബെറ്റിംഗ് ഓഡ്സിൻ്റെ ഗ്യാപ്പ് അത്രയും വലുതല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തിരിച്ചൊരു ചാൻസും ഉണ്ട്. ഇനി സെവില്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോമിൻ്റെ വിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവില്ല 11th പൊസിഷനിലാണ്. ഒരു മാച്ച് ലൂസ് ചെയ്തിട്ടില്ല, പക്ഷേ 5 മാച്ചിൽ 3 ഡ്രോ ആണ്. അവരുടെ ലാസ്റ്റ് വിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ചിൽ ഒസാസുനെതിരെ 3-2 ആണ് അവർ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലീൻ ഷീറ്റ് ഒരൊറ്റ മാച്ച് ഒഴികെ ബാക്കിയൊന്നും ക്ലീൻ ഷീറ്റ് വന്നിട്ടില്ല. 1-1 എന്നുള്ള സ്കോറിൽ അല്ലെങ്കിൽ 2-2 എന്നുള്ള സ്കോറിൽ ഒത്തിരി വരുന്നുണ്ട്. ഇനി ബെറ്റിസിൻ്റെ എവേ റെക്കോർഡ്സ് നോക്കുമ്പോൾ അത്രയും ഒരു ഫേവറബിൾ അല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ എവേയിൽ അത്രയും നല്ലൊരു ടീമല്ല. 13 കളിയിൽ ഒരൊറ്റ മാച്ചാണ് ജയിച്ചിരിക്കുന്നത്. 6 ഡ്രോ 6 ലോസ്, ഡ്രോ ലോസ്. ഇനി ഡ്രോ ആയ മാച്ച് 0-0 ആണ്. അതിന് മുന്നേ 1-1, പിന്നെ അതിന് 1-1. ഇനി ലാസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ അവർ 2-1 വലൻഷ്യക്കെതിരെ തോറ്റു. ഇനി ഹോമിലാണ് ഞാൻ പറഞ്ഞ നേരത്തെ അവർ ജയിച്ചു എന്നുള്ള കാര്യം ബെറ്റിസ്. ഇനി H2Hൻ്റെ റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 നവംബറിൽ റയൽ ബെറ്റിസും സെവില്ലയും കളിച്ചപ്പോൾ സെവില്ല ജയിച്ചു അവരുടെ എവേയിൽ. ഇനി തിരിച്ച് ഹോമിൽ നോക്കുമ്പോൾ 14-4 അവർ സെവില്ല ജയിച്ചു 3-2. പിന്നെ ഉള്ളതെല്ലാം 2018 റെക്കോർഡ്സ് ആണ്. ഇനി സെവില്ലയുടെ ഹോം നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കുറേ അധികം ഡ്രോ വരുന്നുണ്ട്. ഇവിടെ യൂറോപ്പ ലീഗ് ആണെങ്കിലും ലാ ലീഗ് ആണെങ്കിലും ഒത്തിരി വരുന്നുണ്ട്. ഹോമിൽ നല്ല സ്ട്രോങ് ടീമാണ് സെവില്ല. ഇനി ഇവരുടെ എവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പ ഡെൽ റേയിൽ അവർ സാധാ ഒരു ടീം ക്ലബ് പോർട്ടുഗലായിട്ട് ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം റോയോ വാലക്കനുമായിട്ട് 2-2 ഡ്രോ. അതിന് മുന്നേ ഗെറ്റഫെ ആയിട്ട് 1-0 തോറ്റു.
പിന്നെ എയ്ബർ ആയിട്ട് 1-1, ലെഗനീസ് ആയിട്ട് 0-0, വലൻഷ്യ ആയിട്ട് 2-1. സോ അതുകൊണ്ട് ഞാനൊരു 2-1 എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. ഇനി സെവില്ലയുടെ നമുക്ക് മൊത്തത്തിലൊരു സമ്മറി നോക്കാനാണെന്നുണ്ടെങ്കിൽ സെവില്ലയുടെ ഹോം നോക്കുവാണെങ്കിൽ അവരുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ലുക്കാസ് ഓസ്കാമ്പസ് സൂസു എന്ന് പറഞ്ഞ പ്ലെയറാണ് അവരുടെ റേറ്റിംഗിൽ മുന്നിലെത്തിക്കുന്നത്. പിന്നെ ലുക്കാസ് ഓസ്കാമ്പസ്, മുനൂർ എൽ ഹദാദി, എബർ ബനേഗ, സെർജിയോ റെഗുലിയൻ, പിന്നെ ഇത് 2 ഡിഫൻഡേഴ്സാണ്. ജീസസ് നവാസ് ഡിഫൻഡറാണ്. ഒലിവർ ടോറിസ് നല്ലൊരു പ്ലെയറാണ്. പിന്നെ ജൂലിയസ് കോണ്ടെ, ഡിഗോ കാർലോസ്, ഫെർണാണ്ടോ. ഇനി നമുക്ക് ഗോളിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഹോമിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് ലുക്കാസ് ഒക്കാമ്പസ് ആണ്. ഗോൾസിൽ 5, അസിസ്റ്റ് 1. പിന്നെ ഫ്രാൻകോ വാസ്ക്വസ്, ലുക്കേഡ് ജോങ്, പിന്നെ നൊളീറ്റോ, യൂസഫ് എൻ നസ്രി, ഡിഗോ കാർലോസ്, ചിച്ചാർട്ടോ, സൂസോ, മുനീർ എൽ ഹാദി. ഇനി അസിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ജീസസ് നവാസ് ആണ്, അവരുടെ ഡിഫൻഡർ. പിന്നെ മിഡ്ഫീൽഡർ എവർ ബനേഗ, പിന്നെ ഒലിവർ ടോറസ്, സെർജിയോ റെഗുലിയൻ, സൂസോ. ഇത്രയും ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സാണ്. ജൂലിയസ് കോണ്ടെ, ഒസ്കാമ്പസ് അവരുടെ മിസ് ചെയ്യുന്ന പ്ലെയറാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു. ബട്ട് ദേ ആർ മിസ്സിങ് ഔട്ട്. ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് സെറ്റ് പീസസ്, അറ്റാക്കിംഗ് ഡൗൺ ദ വിങ്സ്, ക്രിയേറ്റിംഗ് ലോങ് ഷോട്ട് ഓപ്പർച്യൂണിറ്റീസ്, ക്രിയേറ്റിംഗ് സ്കിൽസ് ത്രൂ ഇൻഡിവിജ്വൽ സ്കിൽ ആൻഡ് കൗണ്ടർ അറ്റാക്ക്. വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ഔട്ട് സൈഡ് അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു വീക്ക്നെസ്, പിന്നെ അവോയ്ഡ് ഫൗളിംഗ് ഇൻ ഡേഞ്ചറസ് ഏരിയസ്, കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊട്ടക്റ്റിംഗ് ദ ലീഡ്, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. സെവില്ല സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ നോർമലി സ്പാനിഷ് ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ നോർമൽ എല്ലാ ടീമിൻ്റെയും സ്റ്റൈൽ ഓഫ് പ്ലേ പൊസഷൻ ആയിരിക്കും, പൊസഷൻ ഓഫ് ദ ഫുട്ബോൾ. പിന്നെ അറ്റാക്കിംഗ് ഡൗൺ ദ റൈറ്റ്, പ്ലേ വിത്ത് വിഡ്ത്ത്, ഒപ്പോണൻസ് പ്ലേ അഗ്രസീവ്ലി എഗൻസ്റ്റ് ദം. ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒക്കാമ്പസ് ആണ് അവരുടെ മെയിൻ ഗോൾ സ്കോറർ. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒക്കാമ്പസ് തന്നെയാണ് അവരുടെ മെയിൻ സ്കോറർ. എൽഡേ ജോങ് ആണ് അവരുടെ സെക്കൻഡ് ഗോൾ സ്കോറർ. ഇനി റയൽ ബെറ്റിസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എവേ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല പ്ലെയർ എന്ന് പറഞ്ഞാൽ അനാബിൽ ഫെക്കീറാണ്. 3 ഗോൾ 2 അസിസ്റ്റ്. പിന്നെ ബർത്ര 1 ഗോള്. നമുക്ക് ഗോൾസിൻ്റെ കാര്യം നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഗോൾസ് അടിച്ചിരിക്കുന്നത് മൊറോൺ ആണ്, 3 ഗോൾ 1 അസിസ്റ്റ്. പിന്നെ നബിൽ ഫക്കീർ 3 ഗോൾ 2 അസിസ്റ്റ്. പിന്നെ എമേഴ്സൺ 2 ഗോൾ. പിന്നെ ബോർജ ഇഗ്ലീഷ്യസ് 1-1, ജാക്വിൻ 1, ബത്ര 1, നൈസ മണ്ടി, അലക്സ് മൊറീനോ, ഗുഡാഡോ എല്ലാവരും നല്ലതാണ്. ഇനി അസിസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നബിൽ ഫക്കീർ തന്നെയാണ്. പിന്നെ മൊറീനോ, ഗുഡാഡോ, കനാലസ്, മൊറോൺ, ഇഗ്ലേഷ്യസ്, ബെരാഗിൻ, ഗുഡാഡോ, ഫെഡാൽ. അതായത് നിങ്ങൾക്ക് എബയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ മെയിൻ പ്ലെയർ എന്നുള്ള രീതിയിൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി നബിൽ ഫക്കീർ തന്നെയാണ്. ഇനി ടീമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് ഫ്രം ഡയറക്റ്റ് ഫ്രീ കിക്സ്, അറ്റാക്കിംഗ് ഓൺ ദ വിങ്സ്, കമ്മിങ് ബാക്ക് ഫ്രം ലൂസിംഗ് പൊസിഷൻ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടിംഗ് ദ ലീഡ്, സ്റ്റോപ്പിംഗ് ഒപ്പോണൻസ് ഫ്രം ക്രിയേറ്റിംഗ് ചാൻസസ്, അവോയ്ഡിംഗ് ഫൗളിംഗ് ഇൻ ഡേഞ്ചറസ് ഏരിയാസ്, ഡിഫെൻഡിംഗ് അഗൻസ്റ്റ് ലോങ് ഷോട്ട്, ഡിഫെൻഡിംഗ് കൗണ്ടർ അറ്റാക്സ്, aerial duels, defending against through ball attacks, defending against skillful players. അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പാസസ്, അറ്റാക്കിംഗ് ഡൗൺ ദ ലെഫ്റ്റ്, പൊസഷൻ ഫുട്ബോൾ കോമൺ, പ്ലേ ദ ഔട്ട്സൈഡ് ട്രാഫ്, പ്ലേയിങ് ഇൻ ദെയർ ഓൺ ഹാഫ്, ഒപ്പോണൻസ് പ്ലേ അഗ്രസീവ്ലി അഗൻസ്റ്റ് ദം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാറ്റ്സ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന ടീം എൻ്റെ SL ടീമാണ്. എൻ്റെ SL ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽഡേ ജോങ് ആണ് എൻ്റെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ നബിൽ ഫക്കീർ. ഇതൊരു സേഫർ സൈഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. സപ്പോസ് എങ്ങാനും ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു 3 പ്ലേയേഴ്സിനെങ്കിലും എത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു ചാൻസും ഇല്ല SL നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല. 2 ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള ടീമാണ്. അതുകൊണ്ടാണ് ഈവൻ ദോ ഇവർ ജയിച്ചില്ല എന്നുണ്ടെങ്കിലും ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, കനാലസിനെ നമുക്ക് ഇടാൻ പറ്റൂ. ജാക്വിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 9.5 ആണ്. നിങ്ങൾ സ്പാനിഷിൽ അതായത് ലാലിഗയിൽ ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇഷ്യൂ ആയിരിക്കും. ക്രെഡിറ്റ് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ SL വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ SL അവൈലബിൾ നല്ലൊരു പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ടീം ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ജാക്വിനെ കൊണ്ടുവരാം. കനാലസും നല്ലതാണ്. അവൈൽ ആയതുകൊണ്ട് രണ്ടും ഈക്വലി ഗുഡാണ്. എവർ ബനേഗ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. എൽഡേ ജോങ് ബെറ്റർ പ്ലെയർ, എൽ മൊറോൺ, എൽ നസ്രി, പിന്നെ നബീൽ ഫക്കീർ അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് ഞാൻ വൈസ് ക്യാപ്റ്റൻ കൊടുത്തു. പിന്നെ ഇവരുടെ ടോപ്പ് സ്കോർ എന്നുള്ളത് എൽഡോ ജോങ് കൊടുത്തു. പിന്നെ കനാലസ്. ഈ 4 ഡിഫൻഡേഴ്സും ഒന്നിനൊന്ന് മികച്ച ഡിഫൻഡേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം സെലക്ട് ചെയ്തത്. ഗോളി 2 പേരും ഈക്വലാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ബേസ് ടീം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത്.
ഒരുപാട് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകരുത് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട്. ഇനി എൻ്റെ GL പിക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ YN നസുറിയാണ് എൻ്റെ ക്യാപ്റ്റൻ സെലക്ഷൻ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ സൂസോ ഇവിടെ ഒരു സ്ട്രൈക്കറിൻ്റെ രീതിയിൽ കിടക്കുന്ന ഒരു പ്ലെയറാണ്, ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. മിലാനിന്ന് ലോണിൽ വന്നേക്കുന്ന പ്ലെയറാണ്, നല്ലതാണ്. പിന്നെ എമേഴ്സൺ ബ്രസീലിൻ്റെ ഡിഫൻഡറാണ്, നല്ല പ്ലെയറാണ്. ടോറസ് എന്ന പ്ലെയർ വളരെ നല്ലതാണ്. ഇഫ് പ്ലേയിങ് യു ഹാവ് ടു പിക്ക്. പിന്നെ എഫ് വാസ്ക്വേസ്കിനെ നമുക്ക് പ്രോബബിൾ ലൈനപ്പിൽ കാണാൻ പറ്റുന്നില്ല. എഫ് വാസ്ക്വേസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്ലെയറാണ്, നിങ്ങൾക്ക് GL സെലക്ട് ചെയ്യാം. എഫ് വാസ്ക്വേസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി എല്ലാവരും സെലക്ട് ചെയ്യും, അപ്പോൾ അതൊരു SL സെലക്ഷൻ പോലെ ആവും. എന്നിരുന്നാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ റെഗുലിയൻ ഡിഫൻഡറാണ്, പക്ഷേ വളരെ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു GL പിക്ക് എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് നമുക്ക് അത്രയും ആധികാരികമായി പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഇത്രയാണ് എൻ്റെ GL ടിപ്പും SL ടിപ്പും. ഇനി എൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 3-2, 3-1, 1-2, 2-1, 1-1, 0-0 എന്ത് വേണോ സംഭവിക്കാം. സ്കോർസ് എങ്ങനെ വേണോ സംഭവിക്കാം. ചിലപ്പോൾ ഡ്രോ ആവാം, ചിലപ്പോൾ സെവില ജയിക്കാം. റിയൽ ബെറ്റിസ് ജയിക്കുന്നത് പ്രോബബ്ലി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ ഒരു ചാൻസും കൂടെ കളയാതിരിക്കുക. നമ്മൾ GL ആണെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി ട്രൈ ചെയ്യുക. കൂടുതലും ഡ്രോ പിടിക്കുന്ന ഒരു ടീമാണ് സെവിലെ ഹോമിൽ. അപ്പോൾ നിങ്ങൾ ഒരു ഡ്രോ എന്നുള്ള രീതിയിലും കൂടെ പോവുക. 0-0 എന്നല്ല, 1-1 എന്നുള്ള രീതിയിൽ, കാരണം ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. 0-0 ഡ്രോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ ഇതാണ് എൻ്റെ SL പിക്കും GL പിക്കും. ബേസ് ടീം ഞാൻ വേണമെന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബേസ് ടീം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പ്രഡിക്ഷനുമായിട്ട് തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ബൈ.